കോൺഗ്രസിലെ ആദർശ രാഷ്ട്രീയത്തിലെ ഒരു കണ്ണിയെയാണ് പി.എ. മാധവന്റെ നിര്യാണത്തോടെ നഷ്ടമാകുന്നത്. തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന്റെയും തൊഴിലാളി സംഘടനകളുടെയും വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച പി.എ. മാധവൻ രാഷ്ട്രീയത്തിനതീതമായ വലിയൊരു സൗഹൃദത്തിന്റെ ഉടമ കൂടിയാണ്. സൗമ്യമായ പെരുമാറ്റവും ലളിതമായ ജീവിതശൈലിയുമാണ് പി.എ. മാധവൻ എന്ന നേതാവിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയത്. ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ ബാക്കിപത്രമായി സ്വന്തം വീടും പുരയിടവും വിൽക്കേണ്ടി വന്നപ്പോഴും ആദർശ രാഷ്ട്രീയത്തിന്റെ മൂല്യങ്ങളിൽ അണുവിട വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനസ്സിൽ മാധവേട്ടനായി അദ്ദേഹം നിറഞ്ഞു നിന്നു. ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ ചില ഘട്ടങ്ങളിലെല്ലാം പ്രശ്നപരിഹാരത്തിന്റെ തെളിനീർ നൽകാൻ പി.എ. മാധവനുണ്ടായിരുന്നു. ആറ്റിക്കുറുക്കിയ വാക്കുകളിലൂടെ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നേതാക്കൾ ശിരസാ വഹിച്ചു. ആ വാക്കുകൾക്ക് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവും വില കൽപ്പിച്ചിരുന്നു. പി. അച്യുത നായരുടെയും പാർവതി അമ്മയുടെയും മകനായി 1946 സെപ്റ്റംബർ 14 മുണ്ടൂരിലായിരുന്നു ജനനം. 13 വയസ്സ് മുതൽ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന അദ്ദേഹം വിമോചന സമരത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, UDF ജില്ലാ ചെയർമാൻ, DCC പ്രസിഡന്റ്, സീതാറാം മിൽ ഡയറക്ടർ, മാള സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ, തൃശൂർ മത്സ്യ വിൽപ്പന സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2011 മുതൽ 2016 വരെ നിയമസഭയിൽ മണലൂർ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഒടുവിൽ 80-ാം വയസ്സിൽ വിട പറയുമ്പോൾ പി.എ. മാധവൻ എന്ന പൊതുപ്രവർത്തകൻ ബാക്കിവെക്കുന്നത് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലെ നിസ്വാർത്ഥമായ സേവന വഴികളാണ്. പുതുതലമുറയ്ക്കുള്ള വഴിവിളക്ക് കൂടി ആ ജീവിതം കൊളുത്തിവെക്കുന്നു. ന്യൂസ് ഡെസ്ക് TCV.